ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറിയത്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കതിൻ്റെ ബ്രേക്ക് ക്യാമ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്കിനെസ് പറഞ്ഞായിരുന്നു. തന്നെയല്ല, നമ്മൾ ജനറൽ സർവീസിൽ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ കിടക്കുന്ന പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ തേയ്മാനം നോക്കുമ്പോഴും അത്യാവശ്യം ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ബാക്കിലത്തെ ആ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ പിന്ന്, റോളർ, ഈ റബ്ബറുകൾ ഒന്ന് മാറ്റിയിട്ടേക്കാം. കാരണം എന്ന് വെച്ചാൽ അതിനൊക്കെ ചെറിയൊരു തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്ററിലൊക്കെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാണ്. കാരണം വെച്ചാൽ ഈ വീലുകൾ ഡാമേജ് വരാതിരിക്കാനായിട്ട് നമുക്കതിൻ്റെ ആ പിന്നുകൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറേ ലൈഫ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടും. അപ്പോൾ ആ കൂട്ടത്തേക്ക് നമ്മളത് അഴിച്ചു മാറുന്നുണ്ട്. പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് വന്നാണത്. അതിൻ്റെ ഇവിടെ വന്ന പിന്നുമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്മേ ഈ ഷൂ അതിന്മേൽ നല്ല ടൈറ്റ് ആകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഒരല്പം ഗ്രീസിൻ്റെ ചെറിയൊരു ഗ്രീസ് മയം ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. കൂടുതൽ ഗ്രീസ് ഇടാൻ പറ്റിയ സ്ഥലമല്ല, എന്നാൽ പോലും ചെറിയൊരു ഗ്രീസിൻ്റെ മയം ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നിൽക്കും. അത് പെട്ടെന്ന് വികസിക്കും, അതിൻ്റെ അനുസരിച്ചുള്ള പെർഫോമൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ജനറൽ സർവീസിലുള്ളതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. ഈ സെൻറ്ററിലൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും വിട്ടുപോയേക്കാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഓടിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ വഴിയിൽ വിടും. കാരണം എന്ന് വെച്ചാൽ എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും അവിടെയും എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ പൊട്ടു വീണേക്കാം. അപ്പോൾ അത് മാറ്റേണ്ട ടൈമാണ്, നമുക്ക് മാറ്റിയിടാം. പിന്നെയുള്ളത് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓയിൽ ബോൾട്ട് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ എഡ്ജ് കേസുമേന്ന് വന്നാണ് ത്രെഡാണത്. അതായത് ഇവിടെ ശരിക്കും ആ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് ത്രെഡ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നേക്കാണ്. അതിൻ്റെ കാരണം വെച്ചാൽ മെയിനായിട്ട് ഇമാതിരി കേസ് ഈ ഓയിൽ ബോൾട്ടിൻ്റെ ഒക്കെ ത്രെഡ് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു മിനിമം ടോർക്കിൽ വേണം അത് ടൈറ്റ് ചെയ്യാനായിട്ട്. ഓവർ ടൈറ്റ് ചെയ്ത് ഉറപ്പായിട്ടും അതിൻ്റെ ത്രെഡ് പോകും. കാരണം കാരണം എന്ന് വെച്ചാൽ ബോൾട്ട് ശരിക്കും മെറ്റലാണ്. മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു മെറ്റലാണ്, പക്ഷേ അലുമിനിയാണ് കേസ്. അപ്പോൾ ഇരുമ്പിനേക്കാളും ഓൾറെഡി അതിന് ഒരു ഹാർഡ്നെസ് കുറവ് അലുമിനിയത്തിനായതുകൊണ്ട് തന്നെ ഒരു മിനിമം ടോർക്കിൽ വേണം അത് ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. അതിൽ കൂടുതൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നീട് അഴിക്കുമ്പോൾ ആ സാധനം ഓൾറെഡി പൊട്ടിയിരിക്കുകയായിരിക്കും, അതിങ്ങനെ വിട്ടു വന്നു. ഇപ്പോൾ നിലവിൽ അതാണ് അവസ്ഥ. മൊത്തത്തിൽ പൊട്ടി ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് സൈസിൽ വേരിയേഷനുള്ളൊരു ബോൾട്ട് കയറ്റിയിടാമെന്നുള്ളതാണ്. ആ കയറ്റിയിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. പിന്നെയും അവിടെ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിലവിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളായിട്ട് കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈറ്റിൽ നിന്നില്ല, ഇനി ഒരു പക്ഷേ ലീക്ക് കാണിച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് ഈ സൈഡിൽ ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സ്റ്റാൻഡേർഡ് ശരിക്കും കമ്പനി ഈ വന്ന ബോൾട്ടിൻ്റെ ത്രെഡ് തന്നെ സ്റ്റാൻഡേർഡ് ബോൾട്ട് ത്രെഡ് അതൊന്ന് ചെയ്യേണ്ടതായിട്ട് വരും. സ്ലീവ് ഇറക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഫസ്റ്റ് നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. നടപടി ആയില്ലെങ്കിൽ മാത്രം അത് സ്ലീവ് ചെയ്താൽ മതി. അത് നമുക്ക് വർക്ക്ഷോപ്പിൽ ചെയ്യാൻ പറ്റിയ പണിയല്ല, ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും. അപ്പോൾ നിലവിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്ക് ആ ബോൾട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് ത്രെഡ് സൈസ് വേരിയേഷനുള്ള ബോൾട്ട് ഒന്ന് ഇട്ടിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് നോക്കാം. നോർമൽ രീതിയിൽ ശരിയാവാറുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ ലീക്ക് ഉണ്ടെങ്കിൽ മാത്രം സ്ലീവിങ്ങിൻ്റെ കേസ് നോക്കിയാൽ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സംഭവം. അത് ഓവർ ടൈറ്റ് വരുമ്പോൾ വന്ന മിസ്റ്റേക്കാണത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ആക്സിലേറ്റർ കേബിളൊന്നും കുഴപ്പമില്ല. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ അതും കൂടിയും ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.83 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോഴും നിലവിൽ ഡാമേജ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ മീറ്ററിനകത്ത് കാണിക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉള്ളെങ്കിൽ പോലും മീറ്റർ ഡിറ്റക്ട് ചെയ്യണത് കംപ്ലൈൻറ്റ് ആയിട്ട് തന്നെ കാണിക്കും. വോൾട്ട് നമുക്ക് 12.80 കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലെ ആംബിയറിൽ വേരിയേഷൻ ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വാല്യുവേഷൻ ഇങ്ങനെ സെൽ ഡാമേജ് ആയിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ മാറ്റണമെന്നൊന്നുമില്ല. പക്ഷേ വലിയ താമസമില്ലാണ്ട് ഒരു പക്ഷേ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ അത് മാറ്റി കിട്ടും. കാരണം ടാറ്റയുടെ ബാറ്ററി ആയാലും
ആമറോണ്ടൊക്കെ ആയാലും ഇപ്പോൾ നിലവിൽ വന്ന ബാറ്ററികളൊക്കെ 2 വർഷം റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കാഴ്ചയിൽ ബാറ്ററി കാണുമ്പോൾ വലിയ പഴക്കം തോന്നണമില്ല. വാറണ്ടി കാർഡ് ഉള്ളതായിരിക്കാം. വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുമ്പോഴാണ് മാറ്റി കിട്ടുള്ളൂ എന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുറച്ചും കൂടി ഉണ്ട് തീരാനായിട്ട്. പകുതിയായുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്കൊക്കെ ഈ ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റ് റേഷ്യോയിൽ നിർത്തണം നമുക്ക്. ഫ്രണ്ട് എയർ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് 23 തുടങ്ങി 25 വരെയാണ് അതിൻ്റെ PSIൻ്റെ അളവ് വന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും 30 മുതൽ 33 തുടങ്ങി 35 വരെ ബാക്കും നിർത്താമെന്നുള്ളതാണ്. കൂടുതലും പാടില്ല, കുറവും പാടില്ല, കറക്റ്റായിട്ട് വയ്ക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് പോയിൻറ്റ് കറക്റ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കതിനകത്ത് കാണിച്ചേക്കണത് ഒരു പ്രോബ്ലം, ബാറ്ററി ഇങ്ങനെ ടെസ്റ്റിൽ ഫെയിൽഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ താമസിച്ചാണ്ട് ഒരു പക്ഷേ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയേക്കാം. പിന്നെ ആ ഓയിൽ ബോൾട്ട്, എഞ്ചിൻ്റെ അവിടെ വന്ന ഓയിൽ ബോൾട്ടിൻ്റെ ത്രെഡ് ഡാമേജ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നീട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് സ്ലീവ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടും വരും കേട്ടോ. നിലവിൽ നമുക്കതിൻ്റെ ഇത്രയും വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കാണാം, എസ്റ്റിമേറ്റിൻ്റെ ഒന്ന് നോക്കാം, അതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത്തെ വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.